കർമ്മന്യൂസിലേക്ക് സ്വാഗതം. DGP-മാർ ഏറ്റുമുട്ടുമ്പോൾ ഇത്തരത്തിലൊരു ശീതസമരം കൂടി ആഭ്യന്തര വകുപ്പിൽ ഇതാ നടക്കുന്നു. പൊടിപാർന്ന നീക്കങ്ങളിൽ ആഭ്യന്തര മന്ത്രിക്ക് പോലും കാര്യമായി ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയെന്നും പറയപ്പെടുന്നു. ക്രമസമാധാന ചുമതലയുള്ള DGP ലോക്നാഥ് ബെഹ്റയുടെ പേര് പരാമർശിക്കാതെ വലിയ വിമർശനവും പരിഹാസവും മറ്റൊരു DGP ജേക്കബ് തോമസ് ഉന്നയിച്ചിരിക്കുന്നു. DGP ലോക്നാഥ് ബെഹ്റയുടെ പേരെടുത്തു പറയാതെ പുറത്തുനിന്നും വന്നയാൾ അന്യസംസ്ഥാന തൊഴിലാളി എന്നൊക്കെ അർത്ഥം വരും വിധമാണ് ജേക്കബ് തോമസ് ആഞ്ഞടിച്ചിരിക്കുന്നത്. ഒരു ശരാശരി കേരളീയന്റെ കരുത്തും അഴിമതിക്കെതിരായ അതിശക്തമായ ഗർജനവുമാണ് ജേക്കബ് തോമസിന്റെ വാക്കുകളിൽ. DGP ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ അഴിമതി ആരോപണം വന്നതും 2.5 കോടിയുടെ ക്രമക്കേട് CAG കണ്ടെത്തിയതുമാണ് ഇപ്പോൾ വിവാദമായത്. ഒരു പോലീസുകാരൻ തന്നെ ഇത്തരത്തിൽ അഴിമതിയിലേക്ക് പോകുന്നത്, അതും ഒരു പോലീസ് മേധാവി എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ജനം പ്രതികരിക്കുന്നതിനിടെയാണ് ജേക്കബ് തോമസ് നല്ല പഞ്ച് ഡയലോഗുമായി വന്നിരിക്കുന്നത്. അഴിമതി എന്നൊക്കെ കേൾക്കുമ്പോൾ പണ്ടേ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതികരിക്കുന്ന ജേക്കബ് തോമസ് ബെഹ്റയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നത് തൻ്റെ ജോലിയെ പോലും പുല്ല് വില കൽപ്പിച്ചാണ്. അഴിമതിക്കാർക്കൊപ്പം എന്ത് പോലീസ് പണി എന്ന് വരെ അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള DGP ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ എന്ന രീതിയിൽ വലിയ ഒരു വിമർശനം, അതോടൊപ്പം തന്നെ ഒരു പരിഹാസവും മറ്റൊരു DGP ജേക്കബ് തോമസ് നടത്തിയിരിക്കുകയാണ്. DGP ലോക്നാഥ് ബെഹ്റയുടെ പേര് പരാമർശിക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിലേക്ക് ചില സൂചനകൾ നൽകുന്ന രീതിയിലാണ് ജേക്കബ് തോമസിന്റെ ഫേസ്ബുക്കിലുള്ള പരാമർശം. ഫേസ്ബുക്കിൽ ജേക്കബ് തോമസ് പറയുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൽ വന്ന മോഷ്ടാക്കൾക്ക് എന്തൊക്കെ മോഷ്ടിക്കാം, എവിടുന്നൊക്കെ മോഷ്ടിക്കാമെന്ന് അറിയില്ലായിരുന്നു എന്നാണ് പരിഹാസം. ഇത് ഫേസ്ബുക്ക് പ്രതികരണമാണ് ജേക്കബ് തോമസിന്റേത്. ശരിക്കും ഇത് നിലവിലുള്ള ക്രമസമാധാന ചുമതലയുള്ള DGP ലോക്നാഥ് ബെഹ്റയെ ഉദ്ദേശിച്ചാകാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള ചില വിലയിരുത്തലുകൾ വരികയാണ്. കാരണം സമീപ ദിവസങ്ങളിൽ DGP ലോക്നാഥ് ബെഹ്റയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതി ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ CAG റിപ്പോർട്ട്, ഇവയെല്ലാം ലോക്നാഥ് ബെഹ്റയെ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി തന്നെ ഇത്തരം രീതിയിലുള്ള വലിയ ക്രമക്കേടുകൾക്ക്, വിമർശനങ്ങൾക്കും അതുപോലെ ആരോപണങ്ങൾക്കും വിധേയനാകുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. സ്ഥാനത്തിരുന്നു കൊണ്ട് മറ്റൊരു DGPക്കും ഇത്ര ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഭരണഘടനാ സ്ഥാപനമായ CAG ആണ് ക്രമക്കേടുകളും അഴിമതിയും മറ്റും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ജേക്കബ് തോമസിന്റെ പരാമർശത്തിലും പ്രതിഫലിക്കുന്നത്. കേരളത്തിന് പുറത്തു നിന്നുള്ള ആൾക്ക് ഇത്രമാത്രം മോഷണം നടത്താൻ പറ്റും എന്ന രീതിയിലുള്ള പരാമർശം, ഇത് തീർച്ചയായിട്ടും ലോക്നാഥ് ബെഹ്റയെ ഉദ്ദേശിച്ചാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തലുണ്ട്. കാരണം ലോക്നാഥ് ബെഹ്റ കേരളത്തിന് പുറത്തുള്ള IPS കേഡറിലുള്ള ഒരാളാണ്. അദ്ദേഹം കേരളത്തിലേക്ക് വരികയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ ഡ്യൂട്ടിയിൽ സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങിയതിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതും CAG റിപ്പോർട്ടിനകത്തുള്ളതാണ്. ശബരിമലയിൽ സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങുവാൻ കെൽട്രോണിന് കരാറ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ചില ഗുരുതരമായ പാളിച്ചകൾ വന്നിരിക്കുന്നു. പോലീസിന്റെ തലപ്പത്തുള്ളവർ വേണ്ടത്ര ആലോചനയില്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള CAG റിപ്പോർട്ട്. തീർച്ചയായിട്ടും ഇതും ലോക്നാഥ് ബെഹ്റയെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജേക്കബ് തോമസിന്റെ പരാമർശം വന്നിരിക്കുന്നത്. ജേക്കബ് തോമസിനെ കുറിച്ച് നമുക്കറിയാം, പണ്ട് മുതലേ അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തുന്നയാളാണ്. അഴിമതി എവിടെ കണ്ടാലും സ്വന്തം കസേരയോ തൊപ്പിയോ പോലും നോക്കാതെ അദ്ദേഹം അഴിമതിക്കെതിരെ അന്നും ഇന്നും നിലനിൽക്കുന്ന ആളാണ്. സ്വന്തം ജോലി വരെ അതിനായിട്ട്, ജീവിതം വരെ അതിനായിട്ട് ഒരു കാലഘട്ടം മുഴുവൻ ബലി കൊടുക്കേണ്ടി വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ മുഖം നോക്കാതെ അദ്ദേഹം പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ആ പ്രതികരണത്തിന്റെ ചില സൂചനകൾ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അസന്നിഗ്ധമായിട്ടുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.